നമസ്കാരം. ഇന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചില ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചു. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ മക്കളായോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയായോ അല്ലെങ്കിൽ ഭർത്താവായോ ആരായി ഉണ്ടെങ്കിലും ഇവർക്കൊരു വലിയ സൗഭാഗ്യം വന്നു പിറക്കാൻ പോവുകയാണ്. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിയാൻ പോവുകയാണ്. ജീവിതത്തിൽ ഇവർക്കൊരു വലിയ സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ്. ഇവരിൽ പലർക്കും പല വിധത്തിലുള്ള സങ്കടങ്ങൾ ധാരാളമുണ്ടായിട്ടുണ്ട്. ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും അകന്ന് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഞാനും എൻ്റെ സഹപ്രവർത്തകനായ മറ്റൊരു ജ്യോതിഷനും കൂടി ഇന്ന് ഗണിച്ചു നോക്കിയതിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില സത്യങ്ങളുണ്ട്. ഇവരുടെ പ്രയാസങ്ങളുടെ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ. അത് ഇവർക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ആത്മവിശ്വാസക്കുറവ്, എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതൊന്നും നടക്കാതെ വരിക, ക്ഷേത്രദർശനം നടത്തുന്നുണ്ട്, വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട്, ഭഗവാനെ വിളിക്കുന്നുണ്ട്, ഭഗവതിയെ വിളിക്കുന്നുണ്ട്, ദേവനെ വിളിക്കുന്നുണ്ട്, ദേവിയെ വിളിക്കുന്നുണ്ട്, എന്നിട്ടും പല രീതിയിലും പലവിധ തടസ്സങ്ങളായിരുന്നു ഈ നക്ഷത്ര ജാതകർക്ക്. ഇനി ആ തടസ്സങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ജ്യോതിഷത്തിൽ അങ്ങനെ ചില സൗഭാഗ്യങ്ങൾ ചിലർക്ക് വന്നു ചേരാറുണ്ട്. ചില പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ കടന്നെത്തുന്നത്. എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല. എല്ലാ നക്ഷത്ര ജാതകർക്കും ഈ ഒരു ഭാഗ്യം ലഭിക്കണമെന്നില്ല. പക്ഷേ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും എത്തുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് അതിനു കഴിയുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ ഭാര്യയായോ മക്കളായോ ആരായോ ഉണ്ടെങ്കിലും അവർക്കൊരു വലിയ സൗഭാഗ്യം, വലിയൊരു നേട്ടം ഇവരെ തേടി വരും. അങ്ങോട്ട് തേടി പോകേണ്ട, ഇങ്ങോട്ട് തേടി വരും. അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. ക്ഷേത്ര ദർശനം നടത്തണം. നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി അവിടെ നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക, നവഗ്രഹ പൂജയൊക്കെ നടത്തുക എന്ന് സാരം. എന്തുകൊണ്ടാവും ഈ നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയൊരു കഷ്ടകാലം വന്നു ചേരുക? അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല. എന്നാൽ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്, വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട്, കാണുന്ന ജ്യോതിഷന്മാർക്കൊക്കെ പോകുന്നുമുണ്ട്. ഒന്ന് അറിയാനുള്ള വ്യാഗ്രത. പക്ഷെ പലപ്പോഴും ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നടക്കാറുമില്ല. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ചില ഗോചര ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തന്നെയാണ്. ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും മുത്തുമാരി അമ്മയോട് പ്രാർത്ഥിക്കും. നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന, ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ മേടരാശിക്കാർ തന്നെയാണ്. മേടരാശിക്കാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനലാഭമാണ് ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ്. വരുന്ന 41 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ മഹാഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒരുപക്ഷെ അത് ലോട്ടറി ഭാഗ്യമാകാം, അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യമാകാം.
എല്ലാ രീതിയിലും ഉയർച്ച. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ഇത് സാധ്യമാകുന്ന സമയമാണ്. ശനി ജന്മരാശിയുടെ 11ാം ഭാവത്തിലാണ് മേടരാശിക്കാർക്ക് നിൽക്കുന്നത്. വ്യാഴം ജന്മരാശിയുടെ 2ാം ഭാവത്തിലും. അത് ധനലാഭമാണ്. ഫെബ്രുവരി 18 മുതൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു. ശത്രുക്ഷയം മാറുന്നു. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മേടരാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ്. ചൊവ്വ ജന്മരാശിയുടെ 3ാം ഭാവത്തിൽ നിൽക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സുബ്രഹ്മണ്യ പ്രസാദവും ശത്രുനാശവും ഫലമാണ്. സൂര്യൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് സ്ഥാനലാഭത്തിന് കാരണമാകുന്നു. ഐശ്വര്യം വന്നു ചേരുന്നു. ശുക്രൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനലാഭമാണ്. ബുധൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും ധനലാഭമാണ്. സുഖം, കാര്യജയം, കുടുംബസൗഖ്യം, സന്താന സൗഖ്യം എന്നിവ ഫലമായി കാണുന്നു. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മേടൻ രാശിക്കാർക്ക് ഇത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ്. ചന്ദ്രൻ ജന്മരാശിയുടെ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും ഭാഗ്യമാണ്, ധനലാഭമാണ്. ബുധൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. സംഭാഷണ സാമർഥ്യം, ധനലാഭം, സുഖം, കാര്യജയം, കുടുംബസൗഖ്യം, സന്താന സൗഖ്യം എന്നുവേണ്ട സകലതിലും വിജയിക്കുവാനുള്ള ഒരു ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ദാനധർമ്മങ്ങൾ കൂടി നടത്തണം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ്. ഇനി സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. ദേവീക്ഷേത്ര ദർശനം നടത്തണം. അവിടെ ബഗ്ലാമുഖി അർച്ചന നടത്തണം. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തട്ടിമാറിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു നിങ്ങളെ സംബന്ധിച്ച്. ഇനി അതൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഞങ്ങൾ രണ്ടാളും കൂടി ഗണിച്ചപ്പോൾ ഈ ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മേടൻ രാശിക്കാർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ കളിയാടുന്നു എന്ന്. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറുന്നു എന്ന്. ആശിച്ചതൊക്കെ നടക്കുന്നു എന്ന്. ചതിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ മാറി നിൽക്കേണ്ട അവസ്ഥ വരും. ഭാഗ്യത്തിലേക്ക് കടക്കും, നേട്ടത്തിലേക്ക് കടക്കും, ഐശ്വര്യത്തിലേക്ക് കടക്കും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. വീട്ടിൽ പച്ചക്കർപ്പൂരം എടുത്ത് പൂജാമുറിയിൽ വയ്ക്കുക. പൂജാമുറിയില്ലാത്തവർ ശുദ്ധമായ സ്ഥലത്ത് പച്ചക്കർപ്പൂരമൊക്കെ വെക്കുന്നത് സമൃദ്ധി കളിയാടുവാൻ കാരണമാകും. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്നു. വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്നു. വിദേശ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ ശ്രമം നടത്തുന്നവർക്ക് അതൊക്കെ വിജയിക്കാൻ കഴിയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല സമയത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഗുണാനുഭവങ്ങളിലേക്കും എത്തിച്ചേരുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറിക്കിട്ടും. സമ്പൽ സമൃദ്ധി. അടുത്തത് കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിക്കാർക്കും ജീവിതത്തിൽ വലിയ ഒരു ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. കുംഭൻ രാശിക്കാരുടെ എല്ലാ കഷ്ടതകളും മാറാൻ പോവുകയാണ്. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ക്ലേശങ്ങളൊക്കെ മാറാൻ പോകുന്നു. കേസ് വഴക്കുകൾ വിജയിക്കാൻ പോകുന്നു. ഒരുപാട് അരിഷ്ടതകളുണ്ടായിരുന്നു. ഈ ഒരു സമയത്തും ഏറ്റവും അധികം നഷ്ടങ്ങളൊക്കെ സഹിക്കുന്നവരാണ് ഇവർ. ശരീരപീഡ, മനക്ലേശം, സഞ്ചാര ദുരിതം എന്നു വേണ്ട ഒരുപാട് ധനനാശം വരെ ഈ നക്ഷത്രജാതകർ അനുഭവിച്ചു കഴിഞ്ഞു. കണ്ടകശനിയുടെ കാലമായിരുന്നു. വ്യാഴം ജന്മരാശിയുടെ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും ഇവർക്ക് ഒരുപാട് ദുഃഖമായിരുന്നു, ദുരിതമായിരുന്നു, സങ്കടങ്ങളായിരുന്നു. എന്നാൽ എല്ലാം മാറുകയാണ്. ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് ധനാഭിവൃദ്ധി ഇവർക്ക് കൊണ്ടുതരും. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം.
അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ഒത്തിരി സമൃദ്ധി, ഒത്തിരി സന്തോഷം ജീവിതത്തിൽ വന്നു ചേരുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും. ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും ഉറപ്പായും. ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. പ്രത്യേകിച്ച് ലോട്ടറി എടുക്കുന്നവരൊക്കെയാണ് എങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഈ 3 നക്ഷത്രജാതകരെ സംബന്ധിച്ച് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതിയുണ്ട്. കഴിവതും അത് നിയന്ത്രിക്കുക. വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. താൽക്കാലിക ലാഭം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക. ജനങ്ങളുടെ വിയോഗം മൂലമുള്ള വിഷമങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറന്നേക്കുക. ഇനി സമൃദ്ധിയും സന്തോഷങ്ങളും ഒക്കെ വന്നു ചേരും. തടസ്സങ്ങൾ വരുമ്പോൾ പതറരുത്. ഒരു കാര്യവും പറ്റില്ല എന്ന് കരുതരുത്. ഗൃഹനിർമ്മാണം ആരംഭിക്കും. പുതിയ ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമാണ് കാണുന്നത്. ധാരാളം ധനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്നു. ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ പോലും അതിലൂടെ ഒരു ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെ ഇവർക്ക് കൂടുതലാണ്. അമ്മ മുത്തുമാരിയമ്മയെ പ്രാർത്ഥിക്കുക. മുത്തുമാരിയമ്മൻ കോവിലിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുകയാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം. പ്രാർത്ഥന വേണം. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം. ജീവിതത്തിൽ ഉയർച്ചയുടെ സമയമാണ്. ജാതകത്തിൽ ശുഭയോഗമുണ്ട്. പെട്ടെന്ന് ചാടി പ്രതികരിക്കാതിരിക്കുക. എല്ലാ കഷ്ടകാലങ്ങളുമാണ്. കണ്ടകശനിയൊക്കെ ആയിരുന്നു, അതൊക്കെ മാറാൻ പോവുകയാണ്. ഇനി അനുകൂലമായ സമയമാണ്. ജീവിതത്തിൽ ഇനി വിജയ സമയമാണ്. സമയദോഷമൊക്കെ കഴിഞ്ഞു. നാഗരാജ ക്ഷേത്രത്തിലും പോകണം. ഈ പറഞ്ഞ 6 നക്ഷത്രജാതകർക്കും ഇനി സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരും. ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.